السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. وإذ أخذ الله ميثاق الذين أوتوا الكتاب لتبيننه للناس ولا تكتمونه فنبذوه وراء ظهورهم واشتروا به ثمنا قليلا فبئس ما يشترون. വദ്കുർ അങ്ങ് ഓർക്കുക, ഇത് അഖദ അള്ളാഹു സ്വീകരിച്ച എടുത്ത സന്ദർഭം, മീസാഖല്ലദീന ഒരു കൂട്ടരുമായിട്ടുള്ള ഉടമ്പടി. ഏതു കൂട്ടരാണ്? ഊത്തു അവർക്ക് നൽകപ്പെട്ടു അൽ കിതാബിനെ. അപ്പോൾ കിതാബിന് നൽകപ്പെട്ട കൂട്ടരുമായിട്ടുള്ള ആ ഒരു ഉടമ്പടി അള്ളാഹു എടുത്ത സന്ദർഭം അത് ഓർക്കുക നബിയെ. അതായത് അൽ അഹ്ദ അല്ലേ, കരാർ, അലൈഹിം അവർക്ക് മേലുള്ള കരാർ. എവിടെയാണ് കരാറുള്ളത്? തൗറാത്തിൽ. അപ്പോൾ ജൂതന്മാരുടെ വിഷയമാണ്. ജൂതന്മാരായിട്ട് അള്ളാഹ് ഒരു കരാർ വെച്ചിട്ടുണ്ട്. എന്താ കരാർ? ലതുബയ്യിനുന്നഹു തീർച്ചയായും അവർ വെളിവാക്കി കൊടുക്കുക തന്നെ ചെയ്യും അതിനെന്ന് വെച്ചാൽ അൽ കിതാബിനെ. ഏത് കിതാബ്? തൗറാത്തിനെ വെളിവാക്കി കൊടുക്കുമെന്ന് ലിന്നാസ് ജനങ്ങൾക്ക്. വലാ തക്തുമൂനഹു തീർച്ചയായും ലതുബയ്യിനുന്ന എന്ന് വായിക്കുമ്പോൾ നിങ്ങൾ അല്ലേ, നിങ്ങൾ തീർച്ചയായും ആ തൗറാത്തിനെ വ്യക്തമാക്കി കൊടുക്കും ജനങ്ങൾക്ക് വേണ്ടി. വലാ തക്തുമൂനഹു തീർച്ചയായും ഇവിടെ വലാ തക്തുമൂനഹു നിങ്ങൾ അതിനെ ഗോപ്യമാക്കുകയുമില്ല എന്നാണ് ആ കരാർ. അതായത് അൽ കിതാബിനെ രണ്ട് രൂപത്തിൽ ഖിറാത്തുണ്ട്, ബിത്താഇ വല്യാഇ. യാ ആണെങ്കിൽ ലയുബയ്യിനുന്നഹു ലിന്നാസ്. കണ്ടോ, ഫിൽ ഫീലൈന് രണ്ട് ഫീലിലും, ഈ ലതുബയ്യിനുന്ന എന്ന ഫീലിലും വലാ തക്തുമൂന എന്ന ഫീലിലും. അങ്ങനെ യാ ആവുമ്പോൾ എങ്ങനെയായിരിക്കും? ലയുബയ്യിനുന്നഹു ലിന്നാസി വലാ യക്തുമൂന. അപ്പോൾ എന്തായിരിക്കും അർത്ഥം? അവർ, ഈ വേദഗ്രന്ഥം നൽകപ്പെട്ട ജൂത സമൂഹം, അവർ ആ കിതാബിനെ ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കുമെന്നും അതിനെ മറച്ചു വെക്കുകയില്ല എന്നുമുള്ള ഉടമ്പടി. അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ജനങ്ങൾക്ക് വേണ്ടി ആ കിതാബിനെ വ്യക്തമാക്കി കൊടുക്കുമെന്നും അതിനെ ജനങ്ങളെ തൊട്ട് അതിനെ മറക്കുകയില്ല എന്നുമുള്ള ആ ഒരു ഉടമ്പടി സ്വീകരിച്ച സന്ദർഭം ഓർക്കുക. എന്നിട്ട് ഫനബദൂഹു അവർ അതിനെ ഇട്ടു, എറിഞ്ഞു, തറഹു അവർ എറിഞ്ഞു, അൽ മീസാഖ് ആ ഒരു ഉടമ്പടിയെ, ആ കരാറിനെ, വറാ ലുഹൂരിഹിം അവരുടെ ലഹറുകൾക്കപ്പുറം. ലഹർ എന്ന് വെച്ചാൽ പുറം അല്ലേ, മുതുകിനെ അപ്പുറം എന്ന് വെച്ചാൽ പിന്നിലേക്ക് വലിച്ചെറിഞ്ഞു. അവർ ആ കരാറിനെ അവർ ഉപേക്ഷിച്ചു. ഒരു പ്രയോഗമാണ്, ആ കരാറിനെ അവർ ഉപേക്ഷിച്ചു. ഫലം യഅമലൂ ബിഹി അവർ അങ്ങനെ ആ കരാർ കൊണ്ട് അമൽ ചെയ്തില്ല. ആ കരാറിൽ പറഞ്ഞ പ്രകാരം അവർ പ്രവർത്തിച്ചില്ല. വഷ്തറൂ ബിഹി എന്നിട്ട് വഷ്തറു അവർ വാങ്ങി, ബിഹി അതിനെ വിറ്റ് വാങ്ങിയെന്ന്, അതിനെ വിറ്റ് വാങ്ങി. വഷ്തറൗ ബിഹി സമനം ഖലീല. വഷ്തറൗ അവർ വാങ്ങി, ബിഹി അതിന് പകരം, അതായത് അഹദു ബദലഹു അതിൻ്റെ പകരം എടുത്തു എന്ന്. വഷ്തറൗയുടെ അർത്ഥം അതിന് പകരം അവർ സ്വീകരിച്ചു. ഏതിന് പകരം? തൗറാത്തിനെ കൊടുത്തിട്ട് സമനം ഖലീല തുച്ഛമായ വില സ്വീകരിച്ചു. അതായത് തൗറാത്തിലുള്ള കാര്യങ്ങൾ അതേപടി നടപ്പാക്കാതെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രൂപത്തിൽ ഫത്വ കൊടുത്ത് അവരിൽ നിന്നും അവരുടെ അവരുടെ ഓശാരം പിടിച്ചു വാങ്ങി അല്ലേ, സ്വീകരിച്ചു. പിന്നെ ദുനിയാവിൽ നിന്നും ഉള്ള സമനം കലീല. മിൻ സിഫ്ലത്തിഹിം അല്ലെങ്കിൽ സഫലത്തിഹിം അല്ലെങ്കിൽ സിഫ്ലത്തിഹിം രണ്ടും വായിക്കും. അവരിലുള്ള താഴ്ന്ന ആളുകൾ ഉണ്ടാവില്ലേ, അവരുടെ പക്കൽ നിന്നും താഴ്ന്ന സാധാരണക്കാരുണ്ടാവുമല്ലോ. എങ്ങനെ വാങ്ങിയ? ബി റിയാസത്തിഹിം അവരുടെ നേതൃപാഠവും ഉപയോഗിച്ച്. അവരൊക്കെ നേതാക്കന്മാരായിരിക്കുമല്ലോ, ഈ ജൂത പണ്ഡിതന്മാർ, തോറയുടെ പണ്ഡിതന്മാരുണ്ടല്ലോ, തൗറാത്ത് അറിയാവുന്നവർ. അവരവരുടെ ആ ഒരു നേതൃത്വം ഉപയോഗിച്ചിട്ട് അവരുടെ താഴെത്തട്ടിൽ നിന്നുള്ള ചെറിയ തുച്ഛമായ പൈസക്ക് വേണ്ടി ഇതിനെ വിറ്റു. ഇൽമിൻ്റെ വിഷയത്തിൽ അവർ നേതാക്കന്മാരാണല്ലോ. അങ്ങനെ ഫഖതമൂഹു അവർ ആ തൗറാത്തിനെ മറച്ചു വെച്ചു. ഹൗഫ ഫൗതിഹി തങ്ങൾക്ക് ഈ സമന് നഷ്ടമാകുമല്ലോ എന്ന് പേടിച്ചിട്ട്, അലിഹിം അവരുടെ മേൽ, അതായത് അവരിൽ നിന്നും കിട്ടുന്ന ആ ഒരു പണം നഷ്ടമാവുമല്ലോ. അപ്പോൾ തൗറാത്തിലെ കാര്യങ്ങളൊക്കെ അവർ മറച്ചു വെച്ചു, ജനങ്ങൾക്ക് അനുസൃതമായ രൂപത്തിൽ വിട്ടു. ഫബി ഇസമാ ഒന്നിൻ്റെ വർഗം തന്നെ എത്ര മോശം. യസ്തറൂൻ അവർ ആ ഒന്നിനെ വാങ്ങുന്നു, അവർ വാങ്ങിയെടുത്ത ആ ഒരു വർഗം തന്നെ എത്ര മോശം. ഷിറാഹും പ്രത്യേകിച്ച് അവരുടെ ഈ ഒരു വാങ്ങൽ, അവർ വാങ്ങുന്ന എല്ലാം മോശമാണ്. പ്രത്യേകിച്ച് ഈ തൗറാത്തിനെ മറച്ചു വെച്ചിട്ട് ജനങ്ങളിൽ നിന്നും വാങ്ങുന്ന ആ ഒരു ഓശാരം, അതെത്ര മോശം. ഇങ്ങനെ ഉണ്ടല്ലോ, വമാ മുമയ്യീസും വഖീല ഫായിലുൻ വമാ മുമയ്യീസും വഖീല ഫായിലുൻ ഫീഹി ഖിലാഫുൻ അൻഹു മൂഖാദിസ്തഹർ. ഇങ്ങനെ ഈ ഫബിഇസ മാ, ഈ മാ ഉണ്ടല്ലോ,
അത് മുമയ്യിസ് ആണോ അതോ ബിസയുടെ ഫായിലാണോ എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതായാലും പോട്ടെ. ഇനി ലാ തഹ്സബന്ന വിത്തായി വല്യായി രണ്ട് തരത്തിലും ഖിറാഅത്തുണ്ട്. ലാ തഹ്സബന്ന ആണെങ്കിൽ അങ്ങ് തീർച്ചയായും വിചാരിക്കരുത്. അവർക്ക് ലാ യഹ്സബന്ന ആണെങ്കിൽ തീർച്ചയായും വിചാരിക്കരുത്. അല്ലദീന ഒരു കൂട്ടർ യഫ്രഹൂന അവർ ആർമാദിക്കുന്നു, സന്തോഷിക്കുന്നു, വല്ലാതെ സന്തോഷിക്കുന്നു. ബിമാ അത്തൗ അവർ ചെയ്യുന്ന ഒന്നുകൊണ്ട്, അവർ ചെയ്യുന്ന ഒന്നിൻ്റെ പേരിൽ അവർ സന്തോഷിക്കുകയാണ്. ഫാലു അവർ പ്രവർത്തിച്ച ഒന്നിൻ്റെ പേരിൽ. ആ ഒന്ന് എന്തിനാൽ മിൻ ഇദ്ലാലിൻ നാസി ജനങ്ങളെ അവർ വഴവിഴപ്പിച്ച് കളഞ്ഞു. ജൂത പണ്ഡിതന്മാർ ജനങ്ങളെ വഴവിഴപ്പിച്ചു. അതാണ് അവരുടെ പ്രവർത്തനം. അവരുടെ ആ പ്രവർത്തനത്തിൻ്റെ പേരിൽ അവരെന്താണ്, അവർ സന്തോഷിക്കുകയാണ് അല്ലേ. അങ്ങനെ സന്തോഷിക്കുന്നവരെ പറ്റി അങ്ങ് തീർച്ചയായും വിചാരിക്കരുത്. അല്ലെങ്കിൽ അങ്ങനെ സന്തോഷിക്കുന്ന ആളുകൾ തീർച്ചയായും വിചാരിക്കരുത്. രണ്ട് രൂപത്തിലും ഖിറാഅത്തുണ്ടല്ലോ. എന്നിട്ട് അവരെന്തും ചെയ്യും, വയഹബ്ബൂന അവർ ഇഷ്ടപ്പെടുകയും ചെയ്യും, ഐ യുഹമദു അവർ പ്രശംസിക്കപ്പെടലിനെ, ബിമാ ഒന്നിൻ്റെ പേരിൽ, ലം യഫ് അലു അവർ ചെയ്തിട്ടില്ല ഒന്നിന്, അവർ ചെയ്യാത്ത ഒന്നിൻ്റെ പേരിൽ അവർ പ്രശംസിക്കപ്പെടാൻ അവർക്ക് വല്ലാത്ത താല്പര്യമാണ്. അതെന്തിനാൽ മിന തമസ്സുക്കി ബിൽ ഹക്കി സത്യത്തെ മുറുകെ പിടിക്കലിനാൽ. സത്യത്തെ അവർ മുറുകെ പിടിക്കുന്നുണ്ടോ ഇല്ല, അവർ പ്രവർത്തിക്കാത്ത ഒന്നാണ്. പക്ഷേ സത്യത്തെ മുറുകെ പിടിക്കുന്നു എന്നൊരു കീർത്തി ജനങ്ങൾക്കിടയിൽ അവർക്കുണ്ടാകുന്നു. അപ്പോൾ അവർ സന്തോഷിക്കുന്നു. ഏതൊരു സ്ഥിതിയിൽ വഹും അവർ തന്നെ അലാ വലാൽ വഴികേടലിലാണ് അവരുള്ളത്. അവർ വഴികേടിലുള്ളത്, പക്ഷേ അവർ സത്യത്തെ മുറുകെ പിടിക്കുന്നവരാണെന്നൊരു ധ്വനി ആളുകളിലുണ്ട്. ആളുകൾ ഇവർ പ്രശംസിക്കുന്നു, ഇവർ സന്തോഷിക്കുന്നു. അങ്ങനെയുള്ള ആളുകൾ അല്ലേ, അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായും വിചാരിക്കരുത്. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളെ പറ്റി അങ്ങ് തീർച്ചയായും വിചാരിക്കരുത്. ഫലാ തഹ്സബന്നഹും തീർച്ചയായും അങ്ങ് അവരെ പറ്റി വിചാരിക്കരുത്. ബിൽ വജ്ഹൈനി രണ്ട് രൂപത്തിലുണ്ട്. അതായത് ഫലാ യഹ്സബന്നഹും തീർച്ചയായും അവർ അവരെ വിചാരിക്കരുത്. ഫലാ യഹ്സബന്ന എന്നുള്ളത് മാനേനെ ലഫ്ദിനെ പരിഗണിച്ചിട്ട് വല്ലതും വെക്കുക, അല്ലെങ്കിൽ മദ്കൂർ എന്തെങ്കിലും വെച്ചിട്ട് അവർ തീർച്ചയായും അവരെ പറ്റി വിചാരിക്കരുത്, അല്ലെങ്കിൽ അങ്ങ് തീർച്ചയായും അവരെ പറ്റി വിചാരിക്കരുത്. ഇതിപ്പോൾ എന്താണ്, തഅക്കീദ്, ഒരു തഅക്കീദാണ്, ശക്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ആദ്യത്തെ ലാ തഹ്സബന്നനെ ഈ ഫലാ തഹ്സബന്ന എന്നുള്ളതാണ് ഒന്നുകൂടെ തഅക്കീദ് ചെയ്യുന്നുണ്ട്. വിചാരിക്കുകയും ചെയ്ത് ഒന്നുകൂടെ പറഞ്ഞു എന്തിലാണെന്ന്, അവരെ പറ്റി വിചാരിക്കരുത്. ബി മഫാസത്തിൻ വിജയത്തിൻ്റെ സ്ഥലത്തിലാണ്. മഫാസത്ത് അല്ലേ, ഫൗസിൻ്റെ സ്ഥലം. ബി മക്കാനിൻ ഒരു സ്ഥലത്താണ്. യൻജൂന മിൻഹു അവർ ആ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ ഒരു സ്ഥലത്ത് അല്ലേ, രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്താണെന്ന് അവർ, അങ്ങനത്തെ ഒരു സ്ഥലത്താണെന്ന് അവരെ പറ്റി വിചാരിക്കരുത്. അല്ലെങ്കിൽ അങ്ങ് അവരെ പറ്റി വിചാരിക്കരുത്. മിനൽ അദാബി അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട് രക്ഷപ്പെടുന്ന ഒരു സ്ഥലത്താണ് അവരുള്ളത്, വലിയൊരു സ്ഥാനത്തിലാണ് അവരുള്ളതെന്ന് അവർ വിചാരിക്കരുത് അവരെ പറ്റി. ഫിലാഹൃത്തി ആഹ്റത്തിൽ ബൽ മറിച്ച് ഹും അവർ ഫീ മക്കാനിൻ ഒരു സ്ഥലത്താണ്, യുഅദ്ദബൂന അവർ ശിക്ഷിക്കപ്പെടും, ഫീ ആ സ്ഥലത്ത് വെച്ച്, വഹുവ അതേതാണ് ജഹന്നമാണ്. വലഹും അദാബുൻ അലീം അവർക്ക് അലീമായ ശിക്ഷയുണ്ട്. അതായത് മുഅലമുൻ ഫീഹ നരകത്തിൽ വെച്ച് ആ ശിക്ഷക്ക് തന്നെ വേദനിപ്പിക്കപ്പെടും. അങ്ങനത്തെ ഒരു ശിക്ഷ അവർക്കുണ്ട്. മഫ്ഊലൻ അല്ല മഫ്ഊലാ തഹ്സബുൽ ഊല അല്ല തഹ്സബുൽ ഊല ആ ഒന്നാമത്തെ തഹ്സബ് ഉണ്ടല്ലോ, അതാണ് അൽ ഊല എന്ന് വെച്ചാൽ തഹ്സബോട് സിഫത്ത് കേട്ടോ. രണ്ട് തഹ്സബ് വന്നിട്ടുണ്ട്, ലാ തഹ്സബന്ന ഉണ്ട്, വലാ തഹ്സബന്ന ഉണ്ട്. അപ്പോൾ അത് നമുക്കെന്ത് വായിക്കാം, യഹ്സബു എന്നെല്ലാം വായിക്കാം. എന്ത് കാട്ടെ, എന്തായാലും അത് ആ ഒന്നാമത്തതിൻ്റെ രണ്ട് മഫ്ഊലുകൾ അല്ലേ, ആ രണ്ട് മഫ്ഊലിനെ പറഞ്ഞിട്ടില്ല. ഏത് ഖിറാഅത്ത് പ്രകാരം, ലാ യഹ്സബന്ന എന്ന ഖിറാഅത്ത് പ്രകാരം. ലാ യഹ്സബന്നല്ലദീന അങ്ങനെയുള്ള ആ കൂട്ടർ വിചാരിക്കരുത്. എന്തിനെ എന്തായിട്ട് വിചാരിക്കരുത്, രണ്ട് മഫ്ഊലിനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒന്നാമത്തെ തഹ്സബു അല്ലെങ്കിൽ യസബു അതിലുള്ള ആ രണ്ട് മഫ്ഊലാകുന്നത് ദല്ല അലിഹ എന്ന് വെച്ചാൽ ദല്ല അലിഹിമ എന്നായിരിക്കും അല്ലേ. അവ രണ്ടിൻ്റെ മേലെ അറിയിക്കുന്നുണ്ട്. എന്തറിയിക്കുന്നുണ്ട്, മഫ്ഊല സാനിയത്തി ഇലാഫത്താണ്. മഫ്ഊല സാനിയത്തി രണ്ടാമത്തെ യഹ്സബൂലുള്ള രണ്ടാമത്തെ യഹ്സബൂലെ രണ്ട് മഫ്ഊലും അറിയിക്കുന്നുണ്ട്. ഏത് ഖിറാഅത്ത് പ്രകാരം, അലാ ഖിറാഅത്തി തഹ്താനിയുടെ ഖിറാഅത്ത് പ്രകാരം. തഹ്താനിയ എന്ന് പറയുമ്പം അടിയിൽ പുള്ളി. അപ്പം ലാ യഹ്സബന്നല്ലദീന എന്നും അതുപോലെ തന്നെ ശേഷം മുഅക്കിദായിട്ട് ഫലാ യഹ്സബന്നഹും എന്നുള്ള ആ ഒരു ഖിറാഅത്ത് പ്രകാരം ഒന്നാമത്തെ യഹ്സബനിൽ എന്താണ്, രണ്ട് മഫൂൽ ഉണ്ടാകും. പക്ഷേ രണ്ട് മഫൂലിന് എന്തായിട്ടില്ല, പറയപ്പെട്ടിട്ടില്ല. പക്ഷേ ഈ രണ്ട് മഫൂലിൻ്റെ മേലെ രണ്ടാമത്തെ യഹ്സബെന്ന് മനസ്സിലാവും. കാരണം ഫലാ യഹ്സബന്നഹും തീർച്ചയായും അവരെ വിചാരിക്കരുത്, മഫാസത്തിലാണ് എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഒന്നാമത്തിൻ്റെ രണ്ട് മഫൂല് കളയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന് മനസ്സിലാക്കാൻ കഴിയും. ഇനി വാലൽ ഫൗക്കാനിയത്തായിട്ടുള്ള ഖിറാഅത്ത് പ്രകാരം, അതായത് ഫൗക്കാനിയത്തിൻ്റെ ഖിറാഅത്ത് എന്ന് വെച്ചാൽ മേലെ പുള്ളി, അതായത് ലാ തഹ്സബന്നയും മുഅക്കിദായിട്ട് വരുന്നത് ഫലാ തഹ്സബന്നഹും. ആ ഖിറാഅത്ത് പ്രകാരമാണെങ്കിൽ ഹുദിഫ സാനി രണ്ടാമത്തെ മഫൂലിനാണ് കളയപ്പെട്ടിട്ടുള്ളത്. ഏതിൻ്റെ രണ്ടാമത്തെ മഫൂൽ, ആ ഒന്നാമത്തെ തഹ്സബന്ന ഉണ്ടല്ലോ, ലാ തഹ്സബന്ന അതിൻ്റെ രണ്ടാമത്തെ മഫൂല് ഫഖത്ത് അതിനെ മാത്രമാണ് കളയപ്പെട്ടിട്ടുള്ളത്. എങ്ങനെയാണ് അത്,
കാരണം എന്താണ്, ലാ യഹ്സബന്ന ലാ തഹ്സബന്ന എന്നാണ് ഖിറാഅത്ത്. ഒന്നാമത്തെ മഫൂൽ ഇതാണ് അല്ലദീന എന്നുള്ളതാകുമ്പോൾ അവർ രണ്ടാമത്തെ മഫൂലിനെ കളയപ്പെട്ടു. അപ്പോൾ എന്തായാലും അതേത് അറിയിക്കുന്നുണ്ട്, അതിൻ്റെ മുഅക്കിദായിട്ട് വന്ന രണ്ടാമത്തെ തഹ്സബന്ന എന്നുണ്ടല്ലോ, അതിൻ്റെ മഫൂലിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് എന്താണ്, അവരെപ്പറ്റി അവരെ വിചാരിക്കരുത് മഫാസത്ത്, അവരൊരു വിജയിക്കുന്ന വിജയം കിട്ടുന്ന അല്ലെങ്കിൽ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സ്ഥാനത്താണെന്ന് വിചാരിക്കരുത് എന്ന്. അതാണ് കളയപ്പെട്ടെങ്കിലും ആ മുഅക്കിദിൻ്റെ മഫൂലിൽ നിന്ന് മനസ്സിലാക്കപ്പെടും. വലില്ലാഹി അള്ളാഹുവിന് മാത്രമാണ് മുൽക്കു സമാവാതി വൽ അർളി വാനഭൂവനങ്ങളിലുള്ള രാജാധികാരം. ഖസാഇനുൽ മതരി മത്തറിൻ്റെ മഴയുടെ ഖജനാവുകൾ, വരിസ്ഖി അവശ്യ വസ്തുക്കളുടെ ഖജനാവുകൾ, വന്നബാത്തി സസ്യതലാദികളുടെ ഖജനാവുകൾ, വൈരിഹി അവ അല്ലാത്തതിൻ്റെയും ഖജനാവുകൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. വമിൻഹു അവൻ്റെ ആ കഴിവിൽപ്പെട്ടതാണ് തഅദീബുൽ കാഫിരീന സത്യനിഷേധികളെ ശിക്ഷിക്കലും, ഇൻജാഉൽ മുഅ്മിനീന സത്യവിശ്വാസികളെ രക്ഷപ്പെടുത്തലും. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വാനഭൂവനങ്ങളുടെ സൃഷ്ടിപ്പിൽ തീർച്ചയായുമുണ്ട്. വമാ ഫീഹിമാ ആ വാനഭൂവനങ്ങളിലുള്ള ഒന്നിൻ്റെയും വമാ ഒന്നിൻ്റെ സൃഷ്ടിപ്പിലും, ഫീഹിമ വാനഭൂവനങ്ങളിലുള്ള എന്തെല്ലാമാണോ അതിൻ്റെ സൃഷ്ടിപ്പിലും, അതിലുള്ള ഒന്ന് എന്തിനാൽ മിനൽ അജായിബി പലതരത്തിലുള്ള അത്ഭുതങ്ങളില്ലേ, അജീബത്തിൻ്റെ അജായിബ്, അതിനാലും അതിലൊക്കെയും ഉണ്ട്. എന്തുണ്ട് പിന്നെ എന്തിലുമുണ്ട്, വഖ്തിലാഫിൽ ലൈലി വന്നഹാരി വഖ്തിലാഫിൽ ലൈലി രാത്രി മാറുന്നു, വന്നഹാരി പകൽ മാറുന്നു. അപ്പോൾ ഈ പകലുകളുടെ മറിയലുകൾ അല്ലേ, അതിൻ്റെ വ്യത്യാസം, രാത്രി പകലാകുന്നു, പകൽ രാത്രിയാകുന്നു, ആ മാറുന്നതിലുമുണ്ട്. ഇങ്ങനെ രാത്രി പകൽ ഉണ്ടാകുന്നത് അത് ബിൽ മജീ വദ്ഹാബി വരവ് കൊണ്ടും പോവൽ കൊണ്ടും, രാത്രി വരുമ്പോൾ പകൽ പോകുന്നു, പകൽ വരുമ്പോൾ രാത്രി പോകുന്നു. വസിയാദത്തി വന്നുഖ്സാനി പിന്നെ മാറ്റിമറകലുകൾ, പകൽ തന്നെ വ്യത്യാസപ്പെടും. ഒരു ദിവസത്തെ പകൽ മറ്റൊരു ദിവസത്തെ അപേക്ഷിച്ച് ചിലപ്പം ദൈർഘ്യം കൂടുകയോ കുറയുകയോ ചെയ്യും. അതാ പറഞ്ഞത് വസിയാദത്തി വർദ്ധിക്കലിനാലും വന്നുഖ്സാനി കുറയലിനാലും. പകൽ നല്ലപോലെ ദൈർഘ്യം വരും. സൂര്യൻ്റെ അക്ഷയനം എന്നാണ് പറയുക. കൊല്ലത്തിൽ 2 ദിവസം ഏറ്റവും കൂടുതൽ പകൽ കൂടുതൽ ദിവസമായിരിക്കും, അന്ന് രാത്രി ഏറ്റവും കുറവായിരിക്കും. ഇനി പകൽ ഏറ്റവും കുറഞ്ഞിട്ട് രാത്രി കൂടുന്ന 2 ദിവസവും കൊല്ലത്തിലുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെയുണ്ട് ആയാത്തിൻ ദൃഷ്ടാന്തങ്ങളുണ്ട്, ദലാലാത്തിൻ ദാലത്ത് അല്ലേ, ദലാലാത്ത് എന്ന് വെച്ചാൽ ദലാലത്തിൻ്റെ അല്ലേ അറിയിക്കലുകളുണ്ട്. എന്തിൻ്റെ മേൽ, അലാ ഖുദ്റതിഹി തആല അല്ലാഹു തആലയുടെ കഴിവിൻ്റെ മേലുള്ള അറിയിക്കലുകളുണ്ട് അല്ലെങ്കിൽ തെളിവുകളുണ്ട്. ആർക്ക്, ഉലിൽ അൽബാബ് ലുബ്ബുകളുള്ളവർക്ക്. ലുബ്ബ് എന്ന് വെച്ചാൽ കഴമ്പ് എന്നാണ് അല്ലേ, ഹൃദയത്തിൽ എന്തെങ്കിലും ഉള്ള ആളുകൾ അല്ലേ, എന്തെങ്കിലും കഴമ്പുള്ള ആളുകൾ. അതായത് നമ്മൾ കഴമ്പ് എന്നാണ് ശരിക്കും ലുബ്ബിൻ്റെ യഥാർത്ഥമാണ്. അതിപ്പോൾ ഹൃദയത്തിന് ഉപയോഗിക്കും, ബുദ്ധിക്ക് ഉപയോഗിക്കും. ബുദ്ധിയുള്ള ആളുകൾക്ക് ലിദവിൽ ഉഖൂൽ ഉണ്ടാവും, ബുദ്ധിയുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അല്ലദീന എങ്ങനെയുള്ള ബുദ്ധിയുള്ള ആളുകളാണ്, നഅത്തുൻ ലിമാ ഖബലഹു അത് നഅത്താണ്, സിഫത്താണ്, വിശേഷണമാണ് ലിമാ ഖബലഹു അതിൻ്റെ മുമ്പുള്ളതിൻ്റെ. അതായത് ആ ഉലി എന്ന് പറഞ്ഞില്ല, ആ ഉലിയുടെ സിഫത്താണ്. ഔ അല്ലെങ്കിൽ ബദലുൻ, അതിൽ നിന്നും ബദലാണെന്നും വെക്കാം. എന്തായാലും അല്ലദീന എങ്ങനെയുള്ള ആളുകൾ, യദ്കുറൂനല്ലാഹ അള്ളാഹുവിനെ അവർ സ്മരിക്കുന്നു, ഖിയാമ കായിമീങ്ങളായി നിൽക്കുന്നവരായ നിലക്ക്. അപ്പോൾ നമുക്ക് കായിമിൻ്റെ ജമ്മിൻ്റെ മാന കൊടുത്താൽ മതി. ഖുഊദ എന്ന് വെച്ചാൽ കായിദിൻ്റെ ജമ്മിൻ്റെ മാന ഇരിക്കുന്നവരായ നിലക്ക്. വഅലാ ജുനൂബിഹിം ചെരിഞ്ഞു കിടക്കുന്നവരായ നിലക്കും. മുൽത്തജിഈന എന്താണ് ചെരിഞ്ഞു കിടക്കുക അല്ലെ, ഇൽത്തജ മറ്റേത് ഇൽസാക്കാണല്ലോ, മലന്ന് കിടക്കുക എന്നുള്ളത്. ഇതെന്താണ് മുൽത്തജീന്ന് ചെരിഞ്ഞു കിടക്കുക. അപ്പം നമ്മുടെ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച് സാധാരണ കിടത്ത എന്താണ്, ചെരിഞ്ഞു കിടക്കുക അല്ലേ. അപ്പോൾ ചെരിഞ്ഞു കിടന്നുകൊള്ളും, നിന്നുകൊണ്ട് നിൽക്കുന്നവരായ നിലക്കും ഇരിക്കുന്നവരായ നിലക്കും ചെരിഞ്ഞു കിടക്കുന്നവരായ നിലക്കും അള്ളാഹുവിനെ സ്മരിക്കുന്നവരാണ് അവർ. അതായത് ഈ 3 രൂപം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മൊത്തത്തിൽ 3 അവസ്ഥയിലായിരിക്കുമല്ലോ ഉണ്ടാവുക. അല്ലാതെ ഓടുക എന്നൊക്കെ അവസ്ഥ വളരെ കുറവായിരിക്കുമല്ലോ, ഇങ്ങനെ 24 മണിക്കൂർ ഓടുകാരെല്ലാം ഇല്ല. അപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അഥവാ ഫീ കുല്ലി ഹാലിൻ സർവാവസ്ഥയിലും എല്ലാ അവസ്ഥയിലും അള്ളാഹിനെ സ്മരിക്കുന്നു. വാൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നുള്ള അഭിപ്രായം, ഈ ആയത്തിൻ്റെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നതാണ്, യുസല്ലൂന ഈ ആളുകൾ എന്ത് ചെയ്യുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്. കദാലിക അപ്രകാരം എന്ന് വെച്ചാൽ നിന്നും ഇരുന്നും കിടന്നും ഒക്കെ. ഹസ്ബത്ത് താക്കത്തി അവരുടെ താക്കത്ത് അവരുടെ ശേഷിക്കനുസൃതമായിട്ട് അവർ നിസ്കരിക്കും. അവരെ പറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വയതഫക്കറൂൻ അവർ ചിന്തിക്കും. ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വാനഭൂവനങ്ങളുടെ സൃഷ്ടിപ്പിൽ അതിനെപ്പറ്റി ചിന്തിക്കും. എന്തിനു വേണ്ടി, ലിയസ്തദല്ലു ബിഹി അവർ അതിനെയും കൊണ്ട് തെളിവ് പിടിക്കാൻ, അലാ ഖുദ്റതി സാനിഇഹിമ അവ രണ്ടിൻ്റെയും അതായത് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അല്ലേ സൃഷ്ടാവിൻ്റെ ഖുദ്റത്തിൻ്റെ മേൽ ശക്തിയുടെ മേലുള്ള തെളിവ് പിടിക്കാവുന്നത്. അതായത് അള്ളാഹുവിൻ്റെ ശക്തി കണ്ടറിയുക, അതാണ് ഇസ്തിദ്ലാൽ. അതിൻ്റെ
ശക്തി എങ്ങനെയാണ് എന്നതിലേക്ക് എത്തിച്ചേരുക. ആ ഇസ്തിദ്ലാൽ നടത്തുന്നതിന് വേണ്ടി ഇങ്ങനെ അതിനെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നവരാണ് റബ്ബന, അല്ലേ? അവരുടെ ഒരു ദുആണ്. യഖൂലൂന, അവർ പറയും, റബ്ബന, ഞങ്ങളുടെ റബ്ബേ, മാ ഖലഖ്ത, നീ സൃഷ്ടിച്ചിട്ടില്ല, ഹാദാ, ഇതിനെ, അൽ ഖൽഖ, ഈ സൃഷ്ടിപ്പിനെ നീ സൃഷ്ടിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഈ മഖ്ലൂക്കുകളെ നീ സൃഷ്ടിച്ചിട്ടില്ല. അല്ലതി, എങ്ങനെയുള്ള സൃഷ്ടിപ്പാണ്, നറാഹു, ഞങ്ങൾ അതിനെ കാണുന്നു, അങ്ങനെയുള്ള ആ സൃഷ്ടിപ്പിനെ നീ സൃഷ്ടിച്ചിട്ടില്ല, ബാത്തില, നിരർത്ഥകമായിട്ട് നിഷ്ഫലമായിട്ട് സൃഷ്ടിച്ചിട്ടില്ല, ആ ഒരു നിലക്ക് സൃഷ്ടിച്ചില്ല. അപ്പോൾ ഹാലാണ്. ബാത്തിലാന്ന് വെച്ചാൽ ആബസൻ, പാഴായിട്ട് സൃഷ്ടിച്ചില്ല. ബൽ, മറിച്ച്, ദലീലൻ അലാ കമാലി കുദ്റത്തിക, ബൽ, മറിച്ച് എങ്ങനെ സൃഷ്ടിച്ചത്, ദലീലൻ, അത് തന്നെ ഒരു തെളിവായ നിലക്ക്, അലാ കമാലി കുദ്റത്തിക, നിൻ്റെ കഴിവിൻ്റെ പൂർണ്ണതയുടെ മേലുള്ള ഒരു തെളിവായിട്ടാണ് നീ അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്. സുബ്ഹാനക, നിന്നെ ഞാനൊരു പരിശുദ്ധപ്പെടുത്തുന്നു. അല്ലാതെ പരിശുദ്ധപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. മുല്ലാസനിൽ തുടക്കത്തിലൊരു ചർച്ചയുണ്ട്, വളരെ രസകരമായ ചർച്ചയാണ്. എന്തായാലും ഇവിടെ പറഞ്ഞെന്താണ്, അള്ളാഹിനെ പരിശുദ്ധപ്പെടുത്തലുകൊണ്ട് നമ്മുടെ നാവിനുള്ള പരിശുദ്ധി കിട്ടുന്നുള്ളൂ. അതാ പറഞ്ഞ തൻസീഹാൻ ലക്ക എന്ന് വെച്ചാൽ നസ്സഹത്തു തൻസീഹൻ ലക്ക, നിന്നെ ഞാൻ ഒരു പരിശുദ്ധപ്പെടുത്തുന്നു, പരിശുദ്ധമാക്കുന്നു. അനിൽ ആബസി, ഈ അനാവശ്യമായ കാര്യങ്ങളൊന്നും നീ ചെയ്യൂല. അപ്പോൾ അനാവശ്യത്തെ പറ്റി ഒരു ചർച്ച വന്നുകൊണ്ടാണെന്ന് പറഞ്ഞ് സുബ്ഹാനക എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ തൻസീഹ് ചെയ്യുന്നത്, പരിശുദ്ധപ്പെടുത്തുന്നത്. ഫഖിന, അതുകൊണ്ട് നീ ഞങ്ങളെ കാക്കണേ, അദാബന്നാർ, നരകശിക്ഷയെ. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നക്ക, നിശ്ചയം നീ, മൻ തുദ്ഖിലിന്നാർ, ആരെയാണോ നരകത്തിൽ പ്രവേശിപ്പിക്കുന്നത്, ലിൽ ഹുലൂദി ഫീഹാ, എന്തിനു വേണ്ടി, അതിൽ ശാശ്വതമാവലിന് വേണ്ടി, ആരെയാണ് നിത്യമാവുന്നതിന് വേണ്ടി, നിത്യമായിട്ട് അവിടെ പ്രവേശിപ്പിക്കുന്നത്, ഫഖദ് അഹ്സൈത, നീ അവനെ നിസാരനാക്കി, അഹന്ത, അഹാന യുഹീനു, അല്ലെ? അഹന്ത, നീ അവനെ നിസാരപ്പെടുത്തി. പിന്നെ അവനൊരിക്കലും ഒരു ഔന്നിത്യം കിട്ടൂല, ഒരു ഇസ്സത്ത് കിട്ടൂല. ഉമാലിമീന, ലാലിമീങ്ങൾക്കില്ല, ലാലിമീങ്ങൾ അക്രമികൾക്ക്, അതായത് അൽ കാഫിരീന, സത്യനിഷേധികൾക്കില്ല, ഫീഹി, അതിൽ പറഞ്ഞതിലുണ്ട്, വലഉല്ലാഹിറി, ഒരു ലാഹിറായ പദത്തെ വെക്കലുണ്ട്, മൗലി അൽ മുൽമറിൻ്റെ സ്ഥാനത്ത്. ലമീറാണ് ഇത്രയും പറഞ്ഞത്, അല്ലേ? ഇന്നക്ക മന്തുദിഖിലിന്നാറ ഫഖദ് അഖ്സൈതഹു എന്നാ പറഞ്ഞു, ഹു, അല്ലെ? അവനെ എന്ന രൂപത്തിൽ. എന്നിട്ട് വമാലഹു എന്ന് പറയാതെ വമാലിൽ ലാലിമീൻ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, ഈ ലാഹിറിനെ വെച്ചു എവിടെ, മൗലി അൽ മുൽമരി, ഒരു ലാഹിറായ പദത്തിന് ലമീർ വരേണ്ട സ്ഥാനത്ത് വെച്ചു. അതെന്തിനാണ്, ഇഷ്ആറൻ, അറിയിക്കാൻ വേണ്ടിയാണ്. ബി തഖ്സീസി, അല്ലേ? ഫീഹി, വെച്ചാലും മതി, അള്ള വെച്ചു എന്നും പറഞ്ഞാലും കുഴപ്പമില്ല. അള്ള വെച്ചു ലാഹിറായ പദത്തിന് മുൽമറിൻ്റെ സ്ഥാനത്ത്, ഇഷ്ആറൻ, അറിയിക്കാൻ വേണ്ടി. ബി തഖ്സീസിൽ ഖിസി ബിഹിം, അല്ലേ? ഖിസി, അല്ലേ? ലി തഖ്സീസിൽ ഖിസി ബിഹിം, എന്താണ് ഖിസി, നിസാരത, നിന്യത അവരെയും കൊണ്ട് പ്രത്യേകമാവുന്നുണ്ട് എന്നതിനെ അറിയിക്കാൻ വേണ്ടി. മിൻ സായിദ്, ഖിസി എന്ന് വെച്ചാൽ നിന്യത, നിസാരത കേട്ടോ. ഖിസിൽ ഹയാത്തി എന്നൊക്കെ ഉണ്ടല്ലോ, ജീവിതത്തിന് നിന്യത, നിസാരത. അങ്ങനത്തെ ആ ലാലിമീങ്ങൾക്കില്ല. മിൻ സായിദാണ്. അപ്പം മിൻ സായിദാണ്. പക്ഷേ ലായിദാണെങ്കിൽ എന്താണ്, അതിന് അമലുണ്ടാവുമല്ലോ. നമ്മളെവിടെ ബൈത്തുണ്ടല്ലോ, വസീദ മിൻ, അല്ല വക്കബല, കിട്ടുന്നില്ല. എന്തായാലും സായിദാണെങ്കിൽ അവിടെ ഒരു ചെറിയ അർത്ഥമുണ്ട്, വമാലില്ലാലിമിൻ മിൻ അൻസാർ, ഒരു സഹായികൾ അവർക്കുണ്ടാവില്ല എന്ന്. എങ്ങനെയുള്ള സഹായികൾ, യമനഊനഹും, ആ സഹായികൾ ഇവരെ തടയും, ഈ ലാലിമീങ്ങളായ കാഫിര്യങ്ങളായ ആളുകളെ തടയും, മിൻ അദാബില്ലാഹി തആല, അല്ലാഹു തആലയുടെ ശിക്ഷയിൽ നിന്നും. റബ്ബന, ഞങ്ങളുടെ റബ്ബേ, ഇന്നന, നിശ്ചയം ഞങ്ങൾ, സമീന, കേട്ടു, മുനാദിയൻ, വിളിച്ചു പറയുന്ന ഒന്നിനെ, അല്ലെങ്കിൽ വിളിച്ചു പറയുന്ന ഒരാളെ കേട്ടു, യുനാദി, അത് വിളിച്ചു പറയും, അല്ലെങ്കിൽ അവർ വിളിച്ചു പറയും, ഈ യദുഉന്നാസ, ജനങ്ങളെ ക്ഷണിക്കും, ലിൽ ഈമാനി, ജനങ്ങളെ വിളിച്ചു പറയുന്ന വെച്ചാൽ ജനങ്ങളെ ക്ഷണിക്കും, ലിൽ ഈമാനി, സത്യവിശ്വാസത്തിലേക്ക്, അതായത് ഇലൈഹി, അതിലേക്ക് വിളിക്കും. അതാരാണ്, ഒന്നുകിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലെങ്കിൽ ഖുർആൻ ഒരു മുനാദിയാണ്, നബിയും ഒരു മുനാദിയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിളി ഞങ്ങൾ കേട്ടു, ഒരു വിളിയാളൻ്റെ വിളി ഞങ്ങൾ കേട്ടു. എന്താണ്, അൻ ആമിനൂ എന്നല്ലേ, അന്ന് മുഫസ്സിറത്താണ്, അതുകൊണ്ടാണ് ബി എന്ന് പറഞ്ഞത്. അതായത് അന്ന് വന്ന ശേഷം ഒരു അംബറോ അല്ലെങ്കിൽ നെഹിയോ ആണെങ്കിൽ അതിനെന്ത് പറയും, അംബർ മുഫസ്സിറത്ത്, എന്താണ് എന്നറിയിക്കുകയാണ്. ആമിനു എന്ന് വെച്ചാൽ ആമിനു, അല്ലേ? നിങ്ങൾ വിശ്വസിക്കണം എന്ന് വിളിച്ചു പറയുന്ന ഒരു വിളിയാലനെ ഞങ്ങൾ കേട്ടു. ആരെ കൊണ്ട് വിശ്വസിക്കണം, ബി റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിനെ കൊണ്ട്. അപ്പോൾ ഞങ്ങൾ കേട്ടപ്പോൾ ആമന്ന, അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു, ബിഹി, ഞങ്ങളുടെ റബ്ബിനെ കൊണ്ട്, ബിഹാവിനെ കൊണ്ട്, ഞങ്ങളുടെ റബ്ബിനെ കൊണ്ട്. റബ്ബന, ഞങ്ങളുടെ റബ്ബെ, ഫഗഫില്ലന, ഞങ്ങൾ ആ വിശ്വസിച്ച കാരണത്തല്ല, അത് കാരണത്താൽ, യഗ്ഫില്ലന, ഞങ്ങൾക്ക് പുറത്തു തരണേ, ദുനൂബന, ഞങ്ങളുടെ പാപങ്ങൾ, കഫിർ, നീ പൊറുക്കണേ. അത് ഗത്ത യഗിത്തു അല്ലെങ്കിൽ ഗത്ത യഗത്തു. അപ്പോൾ ഗുത്ത എന്നും വായിക്കാം,
ഖിത്ത എന്നും വായിക്കാം. നീ എന്താണ് മുക്കുക എന്നാണ്. അന്ന ഞങ്ങളെ തൊട്ട് മുക്കണേ, സയ്യാത്തിന ഞങ്ങളുടെ പാപങ്ങളെ മായ്ച്ചു കളയണേ എന്ന്. ഫല തുൽഹിർഹ അങ്ങനെയാകുമ്പോൾ പാപങ്ങളെ മായ്ച്ചു കളയുമ്പോൾ നീ എന്ത് ചെയ്യരുത്? അങ്ങനെയാകുമ്പോൾ തുൽഹിർഹ അതിനെ നീ വെളിവാക്കുകയും ചെയ്യല്ലേ, ബിൽ ഇക്കാബ് ശിക്ഷിക്കൽ കൊണ്ട്, അലിഹ പാപങ്ങളുടെ പേരിൽ ഞങ്ങളെ ശിക്ഷിക്കൽ കൊണ്ട് നീ അതിനെ വെളിവാക്കല്ലേ, ഞങ്ങൾ വഷളാക്കല്ലേ. അല്ലോ വതവഫന ഞങ്ങളെ മരിപ്പിക്കണേ, ഇഖ്ബിൽ ഖബല ഇഖ്ബിൽ നീ പിടിക്കണേ, മരിപ്പിക്കണം എന്ന് വെച്ചാൽ ഞങ്ങളെ പിടിപ്പിക്കണേ, അർവാഹന ഞങ്ങളുടെ ആത്മാക്കളെ പിടിക്കണേ. എന്തിൻ്റെ കൂടെ? മഅൽ അബ്റാർ എന്ന് വെച്ചാൽ ഫി ജുംലത്തിൽ അബ്റാർ നല്ല ആളുകളുടെ കൂട്ടത്തിൽ, ഒപ്പം എന്നാണോ? അപ്പോൾ ഒപ്പമാകുമ്പോൾ എന്താണ്? നല്ല ആളുകളുടെ കൂട്ടത്തിലായിട്ട് പിടിക്കണേന്ന്. അങ്ങനെ അബ്റാർ ആരാണ്? അല്ല അംബിയായി അഥവാ അംബിയാക്കൾ, വസാലിഹീന സച്ചരിതരായ ആളുകൾ, അവരുടെയൊക്കെ ആത്മാവിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളെയും പിടിക്കണേ. റബ്ബന ഞങ്ങളുടെ റബ്ബേ, വ ആത്തിന നീ ഞങ്ങൾക്ക് നൽകണേ, ആത്തിന നീ ഞങ്ങൾക്ക് നൽകണേ. അപ്പം റബ്ബന വാത്തിന വാവുണ്ടല്ലേ, ആ വാവ് അത്തുഫ് ആണെന്ന് നോക്കണം. അപ്പം മാത്തുഫ് അലി കളയപ്പെട്ട് എന്തെങ്കിലും യോജിച്ച് കൊടുത്താൽ മതി. റബ്ബന എന്ന് വെച്ചിട്ട് എന്തെങ്കിലും വെക്കാം. തവഫനാന്നോ കഴിഞ്ഞ് തവഫനാനെ വെച്ചാലും കുഴപ്പമില്ല. റബ്ബന തവഫന വ ആത്തിന എങ്ങനെയാലും കുഴപ്പമില്ല. ഓ ആത്തിന നീ ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണേ, മാ ഒന്നിനെ വാത്തന നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, ബിഹി അതിനെ ഞങ്ങൾക്ക് നൽകണേ. അല എങ്ങനെ ഞങ്ങൾക്ക് നേരിട്ട് വാഗ്ദാനം ചെയ്യണം? അല്ല അല അൽസിനത്ത് റുസുലിക്ക് നിൻ്റെ മുർസലീങ്ങളുടെ നാവിലൂടെ. മുർസലീങ്ങൾ ഒരുപാട് വാഗ്ദാനം ചെയ്തല്ലോ നിൻ്റെ ഭാഗത്ത് നിന്നും. അതൊക്കെ ഞങ്ങൾക്ക് നൽകണേ. അതെന്തിനാൽ? മിനർ റഹ്മത്തി കരുണയാൽ, വൽ ഫളിലി ഔദാര്യത്തെ അതൊക്കെ ഞങ്ങൾക്ക് നൽകണേ. വസു ആലുഹു അവരുടെ ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ, റാലിക അവരുടെ ആ ചോദ്യം, ഇപ്പം പറഞ്ഞ ചോദ്യങ്ങളൊക്കെ, ഈ പ്രാർത്ഥനകൾ, തേട്ടങ്ങൾ, അതൊക്കെ വൈൻ കാന വായതുഹു എന്താണെങ്കിലും ശരി, അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണെങ്കിലും ശരി, വായതുഹു തആല ലാ യുഹ്ലിഫു അതെന്താവൂല, യുഹ്ലിഫു അല്ലെങ്കിൽ ലാ യതഖല്ലഫു അതെന്താവില്ല, അതിന് മാറ്റം വരില്ല. അള്ളാഹ് വാഗ്ദാനം ചെയ്ത് അങ്ങനെ തന്നെ, അതിലൊരു ഹുൽഫുൽ വാഗ്ദത്ത ലംഘനം എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല. അത് ലംഘനമുള്ളതല്ലെങ്കിലും ശരി, അള്ളാഹിൻ്റെ വാഗ്ദാനം എന്നുള്ളത് ലംഘിക്കപ്പെടുന്നതല്ല അല്ലേ. അങ്ങനെയാണെങ്കിലും ശരി, അവരുടെ ഈ ചോദ്യം എന്താണ്? അത് സുആലു ചോദ്യമാണ്. എന്തിനുള്ള ചോദ്യമാണ്? അയ്യജ് അലഹും അള്ളാഹു അവരെ ആക്കുക, അവരെ അള്ളാഹു ആക്കലിനുള്ള ചോദ്യമാണ്. ആരുടെ കൂട്ടത്തിലാക്കുക, ആരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുക, ഇവിടെ ജലക്ക് ഉൾപ്പെടുത്തുക, ആക്കുക എന്നൊക്കെ അർത്ഥം വെക്കാം. മിൻ മുസ്തഹിഖീഹി അതിൻ്റെ അർഹരുടെ കൂട്ടത്തിൽ, മുസ്തഹിഖീന എന്നാണ്, അത് ഹി എന്നതിലേക്ക് ഇലാഫത്ത് ചെയ്യുമ്പോൾ നൂന് കളയപ്പെട്ടതാണ്. മിൻ മുസ്തഹിഖീഹി അതിനർഹരായ ആളുകൾ, അതായത് അള്ളാഹുവിൻ്റെ ഫളില്, റഹ്മത്ത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിന് അർഹരായവരുടെ കൂട്ടത്തിൽ ഇവരെയും ഉൾപ്പെടുത്തണമേ എന്നുള്ള ഒരു ചോദ്യമാണ് അവർ ഈ ചോദിക്കുന്നത്. അതിൻ്റെ കാരണം ലിയന്നവും കാരണം അവർ ലംയതയക്കനു അവർ ഉറപ്പിച്ചിട്ടൊന്നുമില്ല, അവർക്ക് ഉറപ്പൊന്നുമില്ല എന്ത് ഇസ്തിഹഖാഖഹും അവർ അവകാശികളാണ് എന്നുള്ളത്, ലഹു അതിന് അവകാശമുണ്ടെന്ന് അവർക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം നമ്മളെപ്പോലുള്ള ആളുകൾ നമുക്ക് സ്വർഗം കിട്ടുന്ന എന്തെങ്കിലും അവകാശമുണ്ടോ? ഇല്ല. കാരണം നമുക്ക് അള്ളാഹു ഒരുപാട് നിയമത്ത് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത്രത്തോളം നമുക്ക് അമലെന്തായാലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നബിയും ശേഷം വന്ന ആളുകളൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്? അത് കിട്ടും, ഇത് കിട്ടും, അത് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ നമ്മളെന്തിനാണ് ചോദിക്കുന്നത്? നമുക്ക് ഒരു ഉറപ്പില്ല, നമുക്ക് കിട്ടുമെന്ന്, നല്ല ആളുകൾക്ക് കിട്ടും. അപ്പം നമ്മളും കൂടെ അതിൻ്റെ അർഹരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചോദിക്കുന്നതെന്ന് മനസ്സിലായല്ലോ. തക്രീറു റബ്ബന, പിന്നെ ഈ റബ്ബന എത്ര വട്ടമായി കുറേ റബ്ബന പറയുന്നുണ്ടല്ലോ, അത് മുബാലഗത്തൻ തീവ്രതയ്ക്ക് വേണ്ടിയാണ്, ഫി തളറുഇ ഈ വിനയാന്യതയുടെ തീവ്രതയ്ക്ക് വേണ്ടിയാണ്. റബ്ബന ഞങ്ങളുടെ റബ്ബേ ഇങ്ങനെ വിളിക്കുന്ന അള്ളാഹ്ക്ക് ഇഷ്ടമാണ്, ഒരുപാട് വിളിക്കുന്ന ഇഷ്ടമാണ്. നമ്മൾ ഏതൊരാളെയും ഒരുപാട് വിളിച്ചാൽ അയാൾക്ക് മടുപ്പായിരിക്കും. എത്ര ഇഷ്ടമുള്ള ആളാണെങ്കിൽ എന്തെങ്കിലും സഹായത്തിന് വേണ്ടി വിളിച്ചാൽ മടുപ്പായിരിക്കും. പക്ഷെ ഒരിക്കലും മടുക്കാത്ത ഒരു ആൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. നമുക്കൊരുപാട് തേടാൻ കഴിയണം. വലാ തുഖ്സിന നീ ഞങ്ങളെ നിസാരരാക്കല്ലേ, യൗമൽ ഖിയാമ അന്ത്യദിനത്തിൽ, ഇന്നക നിശ്ചയം നീ തുഖ്ലിഫുൽ മീആദ് വാഗ്ദാനത്തെ ലംഘിക്കുകയില്ലല്ലോ അല്ലേ. വാഗ്ദാനത്തെ ലംഘിക്കുകയില്ലല്ലോ. അൽ വാദ വാഗ്ദാനത്തെ ബിൽ ബാസി പുനർജീവിതം കൊണ്ട്, വൽ ജസാ എന്ന പുനർജീവിതം കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും അനുസൃതമായിട്ടുള്ള ജസാ നൽകും അല്ലെ, പ്രതിഫലം നൽകും. അതൊക്കെ വാഗ്ദാനമാണ്, അതിനൊന്നും നീ ലംഘിക്കൂലല്ലോ.